ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലിറങ്ങി മനുഷ്യജീവനും കൃഷിക്കും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അധികാരികൾ വേണ്ട പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SDPI ആറ്റൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ആറ്റൂരിൽ SDPIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കാട്ടാനയും വന്യമൃഗങ്ങളും പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിലും തോന്നൂർക്കര വാഴക്കോട് ജനവാസ മേഖലകളിലും ഇറങ്ങി മനുഷ്യജീവനും കൃഷിക്കും ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിനെതിരായി അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നും കിടങ്ങ് സോളാർ ജൈവവേലി പോലെയുള്ളവ നിർമ്മിച്ച് ജനവാസ മേഖലയിലെ വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണണമെന്നും SDPI ആവശ്യപ്പെട്ടു. SDPI ജില്ലാ ജനറൽ സെക്രട്ടറി EM ലത്തീഫ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തില് ജനവാസ മേഖലകളിലേക്ക് കാട്ടുമൃഗങ്ങള്, പ്രത്യേകിച്ച് ആനയും കരടിയും കാട്ടുപോത്തും പന്നിയുമെല്ലാം ഇന്ന് ജനവാസ മേഖലയിലെ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രദേശത്ത് സന്ധ്യാസമയമായാൽ പിന്നെ ആളുകൾക്ക് വീട്ടിലേക്ക് പോകാനോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ ഭയമാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ പ്രദേശം എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തില് ഇന്ന് 283ഓളം പഞ്ചായത്തുകള് ഇത്തരം കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടി കഴിയുന്ന ജനങ്ങളാണ്. അത് 7 പഞ്ചായത്തുകൾ ഗുരുതരമായ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുക. 2 മുനിസിപ്പാലിറ്റികളില് ഇന്നലെ കേരളത്തിലെ സുൽത്താൻ ബത്തേരിയും അതുപോലെ തന്നെ മാനന്തവാടിയും മുനിസിപ്പാലിറ്റികള് അതിഗുരുതരമായ കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിരിക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ മലയോര മേഖല ഉണ്ടാകുന്ന ജനവാസ മേഖലയിലേക്ക് ഇത്തരം കാട്ടുമൃഗങ്ങളുടെ വരവ് വന്നുകൊണ്ടിരിക്കുക. ഇതിന് ശാശ്വതമായ പരിഹാരം ചെയ്യേണ്ട ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ അധികാരി വർഗങ്ങൾ അവര് ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ, ഒരു ആക്രമണം വന്യമൃഗങ്ങളുടെ ഉണ്ടാവുമ്പോൾ അവിടെ ഓടിയെത്തുകയും ഒപ്പം തന്നെ അവർക്ക് വലിയ ഒരു നഷ്ടപരിഹാരം നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി മാത്രമാണ് ഇന്ന് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് MM അബ്ദുൾ റഹ്മാൻ, സെക്രട്ടറി VA കുഞ്ഞുമുഹമ്മദ്, കമ്മിറ്റി അംഗങ്ങളായ EM മുസ്തഫ, MM മുസ്തഫ, മറ്റു പഞ്ചായത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. You are watching VCV News.